ഇപ്പം ഇതെങ്ങോട്ടേക്ക് പോകാനാ റെഡി ആവണേ എന്ന് ചോദിച്ചാൽ എങ്ങോട്ടേക്ക് പോകാനില്ലാത്ത അങ്ങനെയാണ് ഇപ്പം എനിക്ക് ഫീൽ ചെയ്യുന്നത്. കല്യാണം അങ്ങോട്ട് ഫിക്സ് ചെയ്ത് പിന്നെ ഡെയിലി എങ്ങോട്ടേക്കെങ്കിലുമൊക്കെ പോകാനുണ്ടാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഷോപ്പിംഗ് ചെയ്യാൻ പോകാനും പുറത്തു പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ ഡെയിലി ബേസിസിൽ ഇതായി കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ചെറുതായിട്ട് മടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിൽ ടൈം ഗ്യാപ്പ് കിട്ടും, എപ്പോഴെങ്കിലും ഉച്ച സമയത്തൊക്കെ ഓടിപ്പോയിട്ട് വരും. അതല്ലാന്നുണ്ടെങ്കിൽ ഈവനിങ് ഫ്രീ ആയി കഴിയുമ്പോൾ അങ്ങോട്ട് ഇറങ്ങും. അങ്ങനെ ഡെയിലി ഇത് തന്നെയാണ് കേട്ടോ പരിപാടി. പിന്നെ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോസ് എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വലിയ ഇഫേർട്ടൊന്നും ഇടാതെ അത്യാവശ്യം റിലാക്സ് ചെയ്തെടുക്കുന്ന ഒരു കാറ്റഗറിയാണ് ഈ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോസ്. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള മേക്കപ്പ് പ്രൊഡക്ട്സ് പണ്ട് മുതലേ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടിട്ടുള്ളവർക്കറിയാം. അതേ സെയിം പ്രൊഡക്ട്സ് തന്നെയാണ്. എന്തായാലും ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്ട്സിൻ്റെ ലിങ്ക്സ് അവൈലബിൾ ആണെങ്കിൽ മുകളിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. കല്യാണം പ്രമാണിച്ച് ഫേസിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടോ, ഫേഷ്യൽ ചെയ്യുന്നുണ്ടോ, ഗ്ലോ ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. എനിക്ക് ഈ വലിയ ഗ്ലോ ഒന്നും കാണാനില്ല. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഞാനിങ്ങനെ ചിരിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നതായിരിക്കാം. ഇതുവരെ ഞാനൊരു ഫേഷ്യലും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. എനിക്കറിയില്ല, ഞാനങ്ങനെ ഫേഷ്യൽ ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ കല്യാണം പ്രമാണിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണോ വേണ്ടയോ എന്നുള്ളതൊന്നും ഞാൻ ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ട് കൂടിയില്ല. കല്യാണം ആയതുകൊണ്ട് സ്കിൻ കെയർ ആയിട്ട് എന്തെങ്കിലും എക്സ്ട്രാ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, അങ്ങനെ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ആകെ എനിക്ക് ഒന്നും കല്യാണം പ്രമാണിച്ച് എക്സ്ട്രാ ചെയ്യുന്നൊരു കാര്യം ഈ റൈസിൻസും ബദാമും തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തിട്ടത് രാവിലെ എഴുന്നേറ്റ് മുടങ്ങാതെ കഴിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം മാത്രമാണ് കല്യാണം പ്രമാണിച്ച് ഞാൻ ചെയ്തുകൊണ്ട് പിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെന്ന് എനിക്കുണ്ട്, പക്ഷേ ഒന്നിനും സമയം കിട്ടുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഹെയറിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തേ പിന്നെ മുടങ്ങാതെ ഞാൻ സ്പാ ചെയ്യാറുണ്ട് എല്ലാ മാസവും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഫോളോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് വരാം. ബൈ ബൈ.